ഇങ്ങനെ ഉത്തമനെ വിളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ അപ്പോഴേ മോഹനേട്ടനോട് പറഞ്ഞല്ലേ ഇത് പ്രശ്നമാവൂന്ന്. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ കോടതിയിൽ വെച്ച് കണ്ടതാ ഈ കീരിയ ഉടുമിനെയും. അതേതോ ഒരു കൊലക്കേസായിരുന്നു. ഇതിനു മുന്നേ കൊലക്കേസിൽ പ്രതിയായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ശിക്ഷിക്കില്ല. അതെന്താ? രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്കൊക്കെ ഭയങ്കര സ്വാധീനമല്ലേ? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? നല്ല കാര്യായി. ഒന്നാമത് പോലീസിലുള്ളവരൊക്കെ ഇത്തരം ഗുണ്ടകളുടെ സ്വന്തം ആളുകളാ മോഹനേട്ടാ. പോലീസുകാർ തന്നെ കാര്യം അവരെ വിളിച്ചു പറയും. പട്ടാപ്പകലൊരു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാല പറിച്ച കേസിൽ സാക്ഷി പറഞ്ഞയാളെ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് വെച്ച് കുത്തിയ ആളാണ് ഈ കീരി പ്രഭാകരൻ. പോലീസൊന്നും അവനൊരു പ്രശ്നമേ അല്ല. പിന്നെന്ത് ചെയ്യും നമ്മള്? അവരിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിക്കണം മോഹനേട്ടാ. കുറച്ചു ദിവസം ലീവ് എടുത്താലോ? ലീവ് എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും ആ ഭൂമി പോക്കുവരവ് ചെയ്ത് കൊടുത്താലോ? എന്നെ കൊന്നാലും ഞാൻ ചെയ്യില്ല. അത് ഉത്തമനാ. മോഹനേട്ടൻ വിളിച്ചിട്ട് വന്നതല്ലേ? സാറേ എന്ത്? മോനെ സാറേ വരും. എന്താ സാറേ പ്രശ്നം? എന്ത് പ്രശ്നം? ഉത്തമ, ആ പ്രകാശൻ ആദ്യം മോഹനേട്ടനെ ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. കൈവിട്ടുവെന്നോ കാലുവിട്ടുവെന്നോ ഒക്കെ പറഞ്ഞിരുന്നു. മോഹനേട്ടൻ അതൊന്നും കാര്യമാക്കില്ല. സാറത് കാര്യമാക്കൂലല്ലോ. അപ്പോഴാണ് ഒരുത്തം വന്ന് ഒരു എഴുത്ത് വിട്ടിട്ട് പോയത്. ഈശ്വര, അത് പ്രകാശ് എഴുതിയ കത്താണല്ലോ. സാറേ, ഈ കീരി പ്രഭാകരന്റെ കുടുംബ വേലായുധനെ സാറിന് അറിയാമോ? പറഞ്ഞു. സാറേ, ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറയാൻ വന്നത് മുഴുവൻ പറയട്ടെ സാറേ, പറയട്ടെ സാറേ, പറയട്ടെ സാറേ എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. സാർ കേട്ടോ? സാറിന് പറയാനുള്ളതെല്ലാം സാറ് പറഞ്ഞിട്ട് സാറിന്റെ പാട്ടിന് സാറ് കയറി. ഇത് പറയാനായിരുന്നു തോന്നുന്നത്. ഇന്ന് രാവിലെ കൃഷ്ണൻകുട്ടിയുടെ കടയുടെ മുമ്പ് വെച്ച് ഞാൻ ഈ പ്രകാശനെ കണ്ടു. ഓക്കോരോന്റെ കാര്യം എന്താണ് ഉത്തമ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നടക്കൂല. ഉടനെ അവൻ എന്റെ അടുത്ത് പറയാണ്, മോഹനകൃഷ്ണ സാറ് വില്ലേജ് ഓഫീസറായിട്ടിരിക്കുമ്പോഴാണല്ലോ നടക്കാത്തത്, വേറെ വില്ലേജ് ഓഫീസർ ഒന്നും നടത്തി തരുമല്ലോ എന്ന്. ഞാൻ വിചാരിച്ചു അവന്റെ സ്വാധീനം വെച്ച് സാറിനെ സ്ഥലം മാറ്റാനാണെന്ന്. അത് ചോദിച്ചപ്പോ അവൻ പറയാണ്, സ്ഥലം മാറ്റമൊന്നുമല്ല, 2 കാലും വെട്ടിയെടുത്താൽ നിന്റെ സാറിന് ആഫീസിൽ വരാൻ പറ്റൂലല്ലോ, പുതിയ വില്ലേജ് ഓഫീസർ വരുമല്ലോ എന്ന്. അവന്റെ വർത്തമാനം കേട്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നി വക്കീലെ. അതാണ് ഞാൻ രാവിലെ പാഞ്ഞു പോന്നത്. പക്ഷേ സാർ എന്നെ അത് മാത്രം പറയാൻ സമ്മതിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ സാറേ? അത് പ്രശ്നമാവുന്ന ഭാമ പറയുന്നേ. അത് പ്രശ്നമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതവന്മാര് തന്നെ. വേഗം പോലീസിനെ വിളിക്കാം. ഇല്ലെങ്കിൽ ഉത്തമനെ കൈവച്ച് കഴിയുമ്പോ അവരിങ്ങോട്ട് കയറി വരും. ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലല്ലോ, നമ്മൾ വാതിലടച്ചിരിക്കല്ലേ. എന്ത് വാതിലടച്ചിട്ടും കാര്യമില്ല. ഗുണ്ടകളില്ലേ ഗുണ്ടകൾ, അവർക്ക് വാതിൽ ചെല്ലുന്നൊരു പ്രശ്നമല്ല, പേടിക്കണം. എന്താ പറഞ്ഞത്? ഇടി ബുദ്ധിയില്ലാത്ത ഗുണ്ടകൾ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മള് പേടിക്കണം. പക്ഷെ മോഹനേട്ടന് പേടിയില്ലെന്ന് കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു. എപ്പോ? ഈ ഭൂമിയിൽ ഒന്നിനെ പേടിയില്ലാത്ത ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ മോഹനേട്ടനാണെന്ന് പറഞ്ഞു. എന്തിനെങ്കിലും പേടിയില്ലാത്ത ആരുമില്ല എന്ന് പറഞ്ഞപ്പോ മോഹനേട്ടൻ സമ്മതിച്ചില്ല. അതൊക്കെ അപ്പൊ പറഞ്ഞിരിക്കും. അപ്പോ ഗുണ്ടകൾ വീട്ടിലിരിക്കലായിരുന്നോ? അതായത് ഗുണ്ടകൾ അവരുടെ വീട്ടിലിരിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും അവരെ പേടിയില്ല. മോഹനേട്ടനെ അന്വേഷിച്ചു വരുമ്പോൾ പേടിയുണ്ട്. പേടിക്കാതെ ഈ കണ്ണൊന്നകത്തിട്. ഇങ്ങനെ പേടിച്ചാലോ? അത് ഗുണ്ടകളൊന്നും ആയിരിക്കില്ല. മോഹനേട്ടനെ പേടിപ്പിക്കാനായി ഞാൻ ഇറക്കിയൊരു നമ്പർ അല്ലായിരുന്നു. മോഹനേട്ടൻ ആരെയും പേടിയില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ലേ? അത് കഴിഞ്ഞ് ഉത്തമൻ ആദ്യം വന്ന നേരം കൊണ്ട് ഞാൻ സത്യപാലനെ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു. പ്രകാശനാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തത് സത്യപാലനാ. സത്യപാലനോ? അപ്പൊ എഴുത്തെഴുതിയതോ എടാ മോഹനകൃഷ്ണ എന്ന് പറഞ്ഞിട്ട്? എഴുതിയത് സത്യപാലൻ തന്നെ ആയിരിക്കും. ഓഫീസിലെ ഗുമസ്തൻ രാജുവാ ബൈക്കിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് വന്ന് ആ എഴുത്ത് തന്നത്. സോറി 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 സോറി. ഇത്രയെങ്കിലും പേടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു
ഇത്തിരി മാത്രം പേടിക്കുള്ളൂ എന്നാ ഞാൻ കരുതിയേ. അപ്പൊ ഇപ്പൊ പുറത്ത് ബൈക്ക് വന്നതാരാ? അറിയില്ല, അതാരായിരിക്കും? ഉത്തമൻ ചത്തില്ലേ? അവനെന്താ പോകാത്തത്? ചോദിച്ചു നോക്ക്. വന്നത് പ്രകാശന്റെ ഗുണ്ടകളാണെങ്കിലോ? ഒന്നും ആയിരിക്കില്ല. ഗുണ്ടകളങ്ങ് വരട്ടെ. ഈ വക്കീല് ജീവിച്ചിരിക്കുമ്പോ അവരെന്റെ വില്ലേജ് ഓഫീസറെ തൊടുവോ? വേണ്ട. ഒരു കാര്യം പറയാനുണ്ട്. ശബ്ദം കേട്ടിട്ട് അടി കൊണ്ട ലക്ഷണമില്ല. തുറന്നു നോക്കാം. ശർക്കരേശ്വരി, വാ, നീ കൂടെ വാ. ആരാ നോക്കുന്നത്? എല്ലാവരും പോയാ? എന്റെ സാറേ, അത് തല്ലാനും കൊല്ലാനും വന്നവരൊന്നും അല്ല. ബേക്കറി നടത്തുന്ന പുഷ്കരന്റെ അനിയനും കൃഷ്ണൻകുട്ടിയുടെ അളിയനുമാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോ എന്നെ കണ്ടോണ്ട് അങ്ങ് നിർത്തി. സാറേ, പഴയ DYSP സുകുമാര സാറിന്റെ ഡ്രൈവറെ മെനിയാന്ന് രാത്രി ആരോ ഇരുട്ടടി അടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു? എനിക്ക് അറിഞ്ഞൂടാ. ആ കേസിൽ പ്രകാശനെ കീരി പ്രഭാകരനെ പോലീസ് പൊക്കി. അത് പറയാനാണ് അവര് വന്നത്. എന്തായാലും സാറ് രക്ഷപ്പെട്ടു. ഇനി പോക്കുവരവ് എന്നും പറഞ്ഞോണ്ട് പ്രകാശ സാറിന്റെ പുറകെ വരൂലല്ലോ. പോലീസുകാരനെ തല്ലിയ കേസാണ്. പോലീസുകാർ വെറുതെ വിടുവോ? മിക്കവാറും പ്രകാശം പോലീസിന്റെ ഇടികൊണ്ട് ഇഞ്ച പരിമായി കാണും. എന്നാലും ആരോ വരുന്നത് കണ്ടോണ്ട് എന്നെ മുമ്പിലോട്ട് ഇട്ടിട്ട് രണ്ടുപേരും കൂടെ അകത്ത് കയറി കഥവ് അടച്ചല്ലേ? പറയുമ്പോ 2 ഓഫീസർമാര് നല്ല ധൈര്യം. സാറേ, ഇപ്പൊ സമാധാനായോ? അല്ലെങ്കിലും എനിക്ക് സമാധാനത്തിനൊരു കുറവില്ല. പ്രകാശന്റെ ഭൂമി പോക്കുവരവ് ചെയ്യില്ല എന്ന് മോഹനേഷൻ നേരത്തെ തീരുമാനിച്ചത്. പിന്നല്ലേ, സൂര്യന് കീഴിൽ ഒന്നിനെയും പേടിയില്ലാത്ത ഒരാളല്ലേ വില്ലേജ് ഓഫീസർ. ഒരിച്ചിരി പേടിയുണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കല്ലേ? ആണല്ലോ. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഭയമില്ലാത്തവരായി ലോകത്താരുമില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ വെറും ഒരു പ്രയോഗമായിരിക്കാം. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം പേടിയുണ്ടെന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് പോലെ തലയ്ക്ക് മീതെ വന്ന ദുരന്തം ഒഴിവായതിൽ ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.